ഹലോ. ഹലോ. രമണി മാഡത്തിന്റെ കാര്യം ഇപ്പൊ വിചാരിച്ചേ ഉള്ളൂ. സാബു ചാനലൊന്നും കാണുന്നില്ലയോ? അയ്യോ, കണ്ടോണ്ടിരിക്കുക എന്റെ മാഡം. ബ്രേക്കിംഗ് ന്യൂസാ. എങ്ങനുണ്ട്? ഞാൻ ബാത്റൂമിലായിരുന്നു. വൈഫ് വിളിച്ചു പോയപ്പോഴാ ഓടി വന്ന് നോക്കിയേ. ഓ, ദാണ്ടെ നിങ്ങളുടെ പഴയ ആഫീസറെ കൈക്കൂലിക്ക് വിജിലൻസ് പൊക്കിയെന്ന്. അങ്ങേർക്കാണെങ്കി ഒരു കൂസലും ഇല്ല. വിജിലൻസുകാരുടെ കൂടെ നിൽക്കുന്ന നിപ്പ് കണ്ട പ്രതി ആരാ വിജിലൻസുകാരാരാന്ന് സംശയം തോന്നും. കണ്ടാ നല്ല ഗ്ലാമറും ആന്നല്ലോ. എന്തായാലും ഭയങ്കര നാണക്കേടായി പോയി. ആ എമൗണ്ട് കേട്ടപ്പോഴാ 20,000 ഉലുവ. സ്വന്തം പോസ്റ്റിന്റെ വിലയറിയാത്ത ഒരു ക്ലാസ് 1 ആഫീസർ. ന്യൂസ് കണ്ടപ്പം എന്റെ മോൻ പറയുവാ, അയ്യേ അമ്മയുടെ ഡിപ്പാർട്ട്മെന്റ് ഇത്ര ചീപ്പായി പോയല്ലോ എന്ന്. ഒരു 2-3 ആയിരുന്നെങ്കിൽ ഒരു അന്തസ്സുണ്ടായിരുന്നു കേട്ടാ. ഒന്നായിരുന്നെങ്കിലും പോട്ടേന്ന് വെക്കായിരുന്നു. ഇയാള് പണ്ട് നമ്മുടെ ബോസ് ആയിരുന്നെന്ന് വെളിയും മിണ്ടാൻ പറ്റുമോ? ഇതുപോലൊരു മണ്ടച്ചാര്. അങ്ങേർക്ക് പ്രൊമോഷൻ ആയപ്പോഴെങ്കിലും ഇച്ചിരി ബുദ്ധി വെക്കുമെന്ന് വിചാരിച്ചതാ. നക്കാപ്പിച്ചാണെങ്കിലും വാങ്ങിച്ചത് വാങ്ങിച്ച്. എന്നാ പിന്നെ വല്ല ഗൂഗിൾ പേ എങ്ങാനും ചെയ്യിച്ചാ പോരായിരുന്നു. അതെങ്ങനാ? ഫോൺ യൂസ് ചെയ്യാൻ തന്നെ അറിഞ്ഞൂടല്ലോ. ഇപ്പോഴും ആ തുപ്പല് തൊട്ട് നോട്ടെണ്ണി പോക്കറ്റിൽ വെക്കുന്ന പഴയ ശീലവാ. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഇന്ന് വരെ ആരെങ്കിലും വിജിലൻസ് പിടിച്ചിട്ടുണ്ടോ സാബു? ഏയ്, എവിടുന്ന്? അതിനാ ബുദ്ധി വേണോന്ന് പറയുന്നേ. ഞാനാണെങ്കിൽ ആരുമായിട്ടും ഡയറക്റ്റ് ഒരിടപാടുമില്ല. എല്ലാം രവിയെ ഏൽപ്പിച്ചേക്കുക. ലാസ്റ്റ് ഗ്രേഡ് ആണെങ്കിലും രവി ആള് ഡീസന്റാ. ഏത് കാര്യവും വിശ്വസിച്ചേപ്പിക്കാം. ഓരോരുത്തരോടും എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് കറക്റ്റായിട്ട് അറിയാം. നമ്മൾ തലയിടേണ്ട കാര്യമേ ഇല്ല. അതെ അതെ, ബുദ്ധി വെച്ച് നോക്കിയാ നമ്മുടെ മോളി വരേണ്ട ആളാ. പിന്നെ ഒരു കാര്യമേ ഉള്ളു, കമ്മീഷൻ 15% എടുത്തിട്ട് ബാക്കി എന്റെ കയ്യിൽ കിട്ടും. അത് കുറവാ. റിസ്ക് നോക്കിയാ അത് പോരല്ലോ. സാബുവിന്റെ ലൈനാ കറക്റ്റ്. നമ്മളായിട്ട് ആരോടൊന്നും ചോദിക്കുന്നതും ഇല്ല, മേടിക്കുന്നതും ഇല്ല. പക്ഷേ എനിക്ക് മാഡത്തിന്റെ ലൈനിനോടാ റെസ്പെക്ട്. മാഡത്തിന്റെ ആ ഐഫോൺ കാണുമ്പോഴെല്ലാം റെസ്പെക്ട് കൂടും. ആ ഗൾഫ് പാർട്ടിയുടെ കേസേ അത് സാബു വിചാരിക്കുന്ന പോലൊന്നും അല്ല. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ എന്റെ മാഡം. അല്ല, ഞാൻ അയാൾക്ക് പേപ്പറെല്ലാം ശരിയാക്കി കൊടുത്തു വിട്ട് വൈകിട്ട് ഇറങ്ങിയപ്പം അയാള് വെളിയിൽ കാത്തു നിൽക്കണ്. എന്നിട്ട് കാറിലോട്ട് കേറിയപ്പോ ഒരു പൊതി ഓടിക്കൊണ്ടുവന്ന് അകത്തോട്ട് വെച്ചിട്ട് പറയുക, എന്റെ സന്തോഷത്തിനാ മാടോന്ന്. ഞാൻ വിചാരിച്ച് വല്ല സ്വീറ്റ്സ് ആയിരിക്കുമെന്ന്. വീട്ടിൽ ചെന്ന് തുറന്നു നോക്കിയപ്പോഴല്ലേ കണ്ടത് പുത്തൻ ഫോൺ. കിടുക്ക സാധനമാ, ലേറ്റസ്റ്റ് മോഡൽ. വില എന്താന്ന് അറിയാവോ എന്റെ മാഡം? ഹസ്ബൻഡ് പറഞ്ഞ് അന്നേരം തന്നെ അയാളെ വിളിച്ച് അത് തിരിച്ചു കൊടുക്കാൻ. അയ്യോ, ഉടനെ മോൻ പറയുവാ വേണ്ടാന്ന്. മോള് പറഞ്ഞു കൊടുക്കാൻ. ഒടുക്കം അയാളെ നമ്പർ തപ്പിപ്പിടിച്ച് വിളിച്ചിട്ടോ ഫോൺ എടുക്കണില്ല. അയാൾ തിരിച്ചു വിളിച്ചതും ഇല്ല. പിന്നെ നമ്മൾ എന്തോ ചെയ്യാനാ സാബു? എന്തോ ചെയ്യാനാ? പിന്നെ നിമ്മി മാഡം പറയുന്നത് രമണി മാഡത്തിനാ നമ്മുടെ ആഫീസിൽ ഏറ്റവും ബുദ്ധി എന്നാ. ഇത്ര സൈലന്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന വേറെ ആരും ഇല്ലെന്ന്. ഓഹോ, എന്തായാലും അവിടെ അത്രയും ബുദ്ധി നമുക്കില്ലേ? ഭാര്യ മാത്രമല്ല, ഭർത്താവ് കസ്റ്റംസുകാരനെന്താ മോശമാന്നോ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. കഴിഞ്ഞ മാസം വയനാട്ടിൽ പുതിയ പ്രോപ്പർട്ടി വാങ്ങിയത് അറിഞ്ഞായിരുന്നോ? പിന്നെ നമ്മളറിയാതിരിക്കോ? അളിയന്റെ പേരില റിസോർട്ട് തുടങ്ങാനാ പ്ലാൻ. ഓഹോ, നടക്കട്ടെ നടക്കട്ടെ. പിന്നൊരു കാര്യമുണ്ട് മാഡം. തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ഈ കൈക്കൂലി എന്ന് പറയുന്ന ഒരു പഴഞ്ചൻ ഏർപ്പാടല്ലേ? പിന്നല്ലാതെ. ഒരു പേപ്പർ ശരിയാക്കി കിട്ടുന്ന സന്തോഷത്തിന് ആരെങ്കിലും നമുക്കെന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തരുന്നത് എന്താ അത്ര വലിയ ബാധകമാണോ? മാത്രമല്ല, ഈ കാലത്ത് ഈ നക്കാപ്പിച്ച ശമ്പളവും കൊണ്ട് എങ്ങനെ ഒരു ഫാമിലിക്ക് മാന്യമായിട്ട് ജീവിക്കാൻ പറ്റുന്നേ? പിന്നെ മോൻ ചെറുക്കനാണെങ്കിൽ കാനഡയിൽ പോയി പഠിക്കണമെന്നും പറഞ്ഞു ഒറ്റ വാശി നിൽക്കുക. കൈ 4 തുട്ട് വേണ്ട എന്റെ സാബു. മോൾക്കാണെങ്കിൽ സീറ്റ് ഇപ്പോഴേ റെഡിയാ MBBSന്. പക്ഷേ എണ്ണി കൊടുക്കണമല്ലോ. പിള്ളേരുടെ ഫ്യൂച്ചർ നമ്മളല്ലേ നോക്കണ്ടേ? ഇടയ്ക്കൊരു കാര്യം വിട്ടുപോയി. പ്രസിഡന്റിനെ ഒന്ന് വിളിക്കണം. നമ്മള് അസോസിയേഷൻ സെക്രട്ടറി ആയി പോയില്ലേ? സ്റ്റേറ്റ് സമ്മേളനവും വരുമല്ലേ അടുത്ത മാസം. എന്നാ ശരി മാഡം, ഞാൻ പിന്നെ വിളിക്കാം. കൂടുതൽ എന്തെങ്കിലും വിവരം കിട്ടിയാ പറയണേ സാബു. ഓക്കെ, ഷുവർ. ഞാൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് എല്ലാം കൂടെ ഒന്ന് നോക്കട്ടെ. എല്ലാം ഫുള്ളായി കാണും. ഓക്കെ, അപ്പൊ ഗുഡ് നൈറ്റ് മാഡം. ഗുഡ് നൈറ്റ്. പിന്നണിയിൽ സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ. രചന TK മനോജൻ.